ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. അട്ടപ്പാടി സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന്, ಅಟ್ಟಪಾಡಿ ಸಿಹಿಯೋನ್ ಧ್ಯಾನ ಕೇಂದ್ರದಿಂದ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ನಿಮ್ಮ ಪ್ರತಿಯೊಬ್ಬೊಬ್ಬರಿಗೂ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ಯೇಸು ಕ್ರಿಸ್ತರ ಪೂಜ್ಯ ನಾಮದಲ್ಲಿ കൃപയും സമാധാനവും. ಕೃಪೆಯು ಸಮಾಧಾನವು. പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ ಈ ನಿಮಿಷದಲ್ಲಿ എഴുന്നേറ്റ് നിന്ന് ಎದ್ದು ನಿಂತುಕೊಂಡು നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ನಾವೆಲ್ಲರೂ ಕೂಡ ಸೇರಿ ಪ್ರಾರ್ಥಿಸೋಣ. പരിശുദ്ധാത്മാവേ, പവിത്രാത്മരേ, എഴുന്നള്ളി വരണമേ, ಇಳಿದು ಬನ್ನಿರಿ, ഞങ്ങളിൽ നിറയണമേ. ನಮ್ಮಲ್ಲಿ ತುಂಬಿರಿ. ഈ പാപപ്പെട്ട മക്കളിൽ ಈ ಪಾಪ ತುಂಬಿದ ಮಕ್ಕಳಲ್ಲಿ പരിശുദ്ധാത്മാവേ, പവിത്രാത്മരേ, എഴുന്നള്ളി വരണമേ. ಇಳಿದು ಬನ್ನಿರಿ. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ವಾಕ್ಯಗಳನ್ನು ಕೇಳಿಸಿಕೊಳ್ಳುವಾಗಲೇ രോഗങ്ങൾ സുഖപ്പെടാൻ ഇടവരുത്തണമേ. ರೋಗಗಳನ್ನು ಗುಣಪಡಿಸುವಂತಾಗಲಿ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 യേശുവേ. ഓ അരുവിയേ, ഹല്ലേലൂയ, 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 mighty fire. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളിൽ വസിക്കേണമേ, നിറയണമേ. ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, നവ്യമായി ഞങ്ങളിൽ വസിക്കേണമേ, ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ. Oh Holy Spirit. സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. പ്രാർത്ഥിക്കുന്നു. ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ. പരിശുദ്ധാത്മാവേ, സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ. സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്പർശിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗികളെ സുഖപ്പെടുത്തണമേ. ರೋಗಿಗಳನ್ನು ಮುಟ್ಟಿ ಗುಣಪಡಿಸಿರಿ. സങ്കടമുള്ളവരെ സ്പർശിക്കണമേ. ಸಂಕಷ್ಟದಲ್ಲಿರೋನು ಸ್ಪರ್ಶಿಸಿರಿ. കണ്ണുനീർ ഒപ്പിയെടുക്കണമേ. ಕಣ್ಣೀರನ್ನು ಒರೆಸಿರಿ. വേദനകൾ ഏറ്റെടുക്കണമേ. ವೇದನೆಗಳನ್ನು ವಹಿಸಿಕೊಳ್ಳಿರಿ. പരിശുദ്ധാത്മാവേ, ಪವಿತ್ರಾತ್ಮರೇ, ആശ്വസിപ്പിക്കണമേ. ಆಶ್ವಾಸನೆ ನೀಡಿರಿ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ഇരിക്കാം. ನಿಮ್ಮ ನಿಮ್ಮ ಸ್ಥಳಗಳಲ್ಲಿಗೆ ನೀವು ಕುಳಿತುಕೊಳ್ಳಿರಿ. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ಇಂದು ನಾವು ಯೋಚಿಸಲಿಕ್ಕಿರುವಂತ ವಿಷಯ വിടുതൽ നൽകുന്ന ദൈവം. ಬಿಡುಗಡೆ ನೀಡುವ ದೇವರು. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ನನ್ನ ಪ್ರೀತಿಯ ಸಹೋದರರೇ, 1994 1994ರಲ್ಲಿ എനിക്ക് വൈദിക പട്ടം കിട്ടിയ വർഷം, ನನಗೆ ಗುರುಪಟ್ಟ ಸಿಕ್ಕಿದಂತ ವರ್ಷ, അട്ടപ്പാടിയിലുള്ള മലനിരകളിലേക്ക് ഞാൻ അയക്കപ്പെട്ടു. ಈ ಅಟ್ಟಪಾಡಿಯ ಈ ಗುಡ್ಡಗಾಡು ಪ್ರದೇಶಕ್ಕೆ ನಾನು ಬಂದೆನು. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വന്നപ്പോൾ ಇಲ್ಲಿ ಬಂದ ನಂತರ എന്റെ ഹൃദയത്തിലുള്ള ನನ್ನ ಹೃದಯದಲ್ಲಿರುವ വലിയ ഒരു ആഗ്രഹമായിരുന്നു, ದೊಡ್ಡ ಒಂದು ಆಸೆಯಾಗಿತ್ತು. ബന്ധനങ്ങളിൽ ഇരിക്കുന്ന മക്കൾക്ക് വിടുതൽ. ಬಂಧನದಲ್ಲಿರುವ ಮಕ್ಕಳಿಗೆ ಬಿಡುಗಡೆ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനു വേണ്ടി ಅದಕ್ಕೋಸ್ಕರ പല വഴികളും ഞാൻ അന്വേഷിച്ചു. ಅನೇಕ ದಾರಿಗಳನ್ನು ಹುಡುಕಿದೆನು. അപ്പോൾ ಆಗ വിശുദ്ധ ലിഖിതങ്ങളിൽ ಪವಿತ್ರ ಗ್ರಂಥಗಳಲ್ಲಿ യേശുവിനെ ഞാൻ കണ്ടുമുട്ടി. ಯೇಸುವನ್ನು ಕಂಡುಕೊಂಡೆನು. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൽ ഒരു ശക്തി നിറഞ്ഞു നിന്നിരുന്നു. ಯೇಸುವಲ್ಲಿ ಒಂದು ಶಕ್ತಿ ತುಂಬಿ ನಿಂತಿತ್ತು. വളരെ വിഷമത്തിലിരിക്കുന്നവരെ
ತುಂಬಾ ಬೇಸರದಲ್ಲಿರುವಂತವರಿಗೆ കെട്ടുകൾ അഴിച്ച് വിടിവിക്കുന്ന അത്ഭുത ശക്തി. ಕಟ್ಟುಗಳನ್ನು ಬಿಡಿಸುವಂತಹ ಅದ್ಭುತ ಶಕ್ತಿ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് ഞാൻ ആദ്യം കണ്ടത് ಇದನ್ನು ನಾನು ಮೊದಲು ನೋಡಿದ್ದು വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ಸಂತ ಲೂಕನು ಬರೆದ ಶುಭ ಸಂದೇಶದಲ್ಲಿ 13-ാം അധ്യായത്തിൽ 13ನೇ ಅಧ್ಯಾಯದಲ್ಲಿ 10 മുതൽ 17 വരെയുള്ള തിരുലിഖിതങ്ങളിലാണ്. 10ರಿಂದ 17ರ ತನಕ ಇರುವಂತ ಪವಿತ್ರ ವಾಕ್ಯಗಳಲ್ಲಾಗಿದೆ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ നമ്മൾ കാണുന്ന രംഗം, ಅಲ್ಲಿ ನಾವು ಕಾಣುವಂತದ್ದು യേശു ഒരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ಯೇಸು ಒಂದು ಪ್ರಾರ್ಥನಾ ಮಂದಿರದಲ್ಲಿ ಕಲಿಸುತ್ತಿದ್ದರು. അവിടെ വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ಅಲ್ಲಿ ವಚನವನ್ನು ಪ್ರಬೋಧಿಸುತ್ತಿರುವಾಗ സമൂഹത്തിൽ ഒരു സ്കൂനിയായ സ്ത്രീയെ യേശു കണ്ടുമുട്ടി. ಸಮೂಹದಲ್ಲಿ ಒಂದು ಗೂನಿಯಾದಂತ ಒಂದು ಮಹಿಳೆಯನ್ನು ಯೇಸು ನೋಡಿದರು. യേശുവിന്റെ പ്രസംഗം അവിടെ നിർത്തി. ಈಗ ಯೇಸು ಪ್ರಬೋಧನೆ ನಿಲ್ಲಿಸಿದರು. യേശു ആ കൂനിയായ സ്ത്രീയെ മുന്നോട്ട് വിളിച്ചു. ಯೇಸು ಆ ಗೂನಿಯಾದಂತ ಮಹಿಳೆಯನ್ನು ಮುಂದಕ್ಕೆ ಕರೆದರು. അതിനുശേഷം യേശു പറഞ്ഞു, ಅದರ ನಂತರ ಯೇಸು ಹೇಳಿದರು, സ്ത്രീയേ, ಸ್ತ್ರೀಯೇ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. ನಿನ್ನ ರೋಗದಿಂದ ನೀನು ವಿಮೋಚನೆಯನ್ನು ಪಡೆದಿರುವೆ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തൽക്ഷണം ತಕ್ಷಣವೇ അവൾ നിവർന്നു നിന്ന് ദൈവത്തെ സ്തുതിച്ചു. ಅವಳು ಎದ್ದು ನಿಂತು ದೇವರನ್ನು ಸ್ತುತಿಸಿದಳು. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ಪ್ರೀತಿಯ ಸಹೋದರ ಸಹೋದರಿಯೇ, ഈ കൂനിയായ സ്ത്രീയെ പോലെ ಈ ಗೂನಿಯಾದಂತ ಸ್ತ್ರೀಯ ರೀತಿಯಲ್ಲೇ ജീവിത പ്രശ്നങ്ങൾ നിമിത്തം ಈ ಜೀವಿತದ ಪ್ರಶ್ನೆಗಳ ನಿಮಿತ್ತ നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം ಎದ್ದು ನಿಲ್ಲದೆ ಆಗದೆ ಇರುವಂತಹ കൂനിപ്പോയ ജീവിതങ്ങൾ ಈ ಗೂನಾದಂತ ಜೀವಿತದ ഈ ರೀತಿಯಲ್ಲಿ ഭൂമിയിലുണ്ട്. ಈಗ ಈ ಭೂಮಿಯಲ್ಲಿದೆ. രോഗങ്ങൾ നിമിത്തം കൂനിപ്പോയവർ, ರೋಗಗಳ ನಿಮಿತ್ತ ಗೂನಿಯಾಗಿರುವವರು, കടബാധ്യത നിമിത്തം അമർന്നു പോയവർ, ಸಾಲದ ಬಾಧೆಗಳ ನಿಮಿತ್ತ ಅಮರವಾಗಿರುವವರು, കുടുംബ പ്രശ്ന നിമിത്തം സമാധാനം നഷ്ടപ്പെട്ടവർ, ಕುಟುಂಬದ ಸಮಸ್ಯೆಗಳಿಂದ ಸಮಾಧಾನವನ್ನು ನಷ್ಟಪಡಿಸಿಕೊಂಡವರು, മക്കളുടെ ദുർനടപ്പ് നിമിത്തം കുടുംബം തകർന്നവർ, ಮಕ್ಕಳ ದುರ್ನಡತೆಯ ನಿಮಿತ್ತ ಕುಟುಂಬದಲ್ಲಿ ನಾಶವು ಸಂಭವಿಸಿರುವುದು, ശത്രുക്കളുടെ ഉപദ്രവ നിമിത്തം വഴി അടഞ്ഞു പോയവർ, ಶತ್ರುಗಳ ಉಪದ್ರವಗಳಿಂದ ದಾರಿಯು ಮುಚ್ಚಲ್ಪಟ್ಟಿರುವವರು, ഇങ്ങനെയുള്ള ഒരു 100,000 വിഷയങ്ങളിൽ ಈ ರೀತಿ ಇರುವಂತ ನೂರಾರು ವಿಷಯಗಳಲ್ಲೂ കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ಕಣ್ಣೀರನ್ನು ಸುರಿಸುತ್ತಿರುವ അനേകായിരങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ಇಗೋ ಅನೇಕ ಸಾವಿರಗಟ್ಟಲೆ ಜನರು ನಮ್ಮ ಸುತ್ತಲೂ ಇದ್ದಾರೆ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ദൈവ മക്കളെ കുറിച്ച് ಈ ರೀತಿ ಇರುವಂತ ದೇವರ ಮಕ್ಕಳ ಕುರಿತು ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? ಇಗೋ ದೇವರ ಇಷ್ಟವೇನಿದೆ, ദൈവത്തിന്റെ ഹിതം എന്താണ്? ದೇವರ ಚಿತ್ತವೇನಿದೆ, അവരങ്ങനെ നരകിച്ച് ജീവിക്കണമെന്നാണോ ദൈവം ആഗ്രഹിക്കുന്നത്? ಅವರು ಆ ರೀತಿ ನರಕದಲ್ಲಿ ಬಿದ್ದು ಹೋಗಬೇಕೆಂಬುದಾಗಿದೆ ದೇವರು ಆಸೆ ಪಡುವುದು. അവർക്കൊരു വിടുതൽ കർത്താവ് ആഗ്രഹിക്കുന്നില്ലേ? ಅವರಿಗೊಂದು ಬಿಡುಗಡೆಯನ್ನು ದೇವರು ಬಯಸುತ್ತಿಲ್ಲವಾ? ഇതിനെ കുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ಇದರ ಕುರಿತು ಪ್ರಾರ್ಥಿಸಿದಾಗ ലേവ്യരുടെ പുസ്തകം ಯಾಜಕ ಕಾಂಡ ಪುಸ್ತಕ 26-ാം അധ്യായം 26ನೇ ಅಧ್ಯಾಯ 13-ാം തിരുലിഖിതം, 13ನೇ ವಾಕ್ಯ, നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന് ನೀವು ನೆಟ್ಟಗೆ ನಡೆಯುವುದಕ್ಕೆ നിങ്ങളുടെ കഴുത്തിലെ നുകത്തിന്റെ കെട്ടുകൾ ನಿಮ್ಮ ಕುತ್ತಿಗೆಯಲ್ಲಿರುವಂತ ನೊಗದ ಕಟ್ಟುಗಳನ್ನು ഞാൻ പൊട്ടിച്ചു. ಇಗೋ ನಾನು ಬಿಚ್ಚಿದ್ದೇನೆ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ಪ್ರೀತಿಯ ಸಹೋದರರೇ, എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ನನ್ನ ಕುರಿತು ಮತ್ತು ನಿಮ್ಮ ಕುರಿತಿರುವ ദൈവത്തിന്റെ ഇഷ്ടം ದೇವರ ಇಷ್ಟ നമ്മുടെ കഴുത്തിലെ നുകത്തിന്റെ കെട്ടുകളെ പൊട്ടിച്ചു കളയുക. ನಮ್ಮ ಕುತ್ತಿಗೆಯಲ್ಲಿರುವಂತ ನೊಗಗಳನ್ನು ನಾವು ಬಿಚ್ಚಿ ಹಾಕೋಣ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു സിനഗോഗിൽ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ ಯೇಸು ಪ್ರಾರ್ಥನಾ ಮಂದಿರದಲ್ಲಿ ಪ್ರಬೋಧಿಸುವಾಗ ആ പാവപ്പെട്ട സ്ത്രീ ಆ ಸಾಧು ಮಹಿಳೆ ഒന്ന് നിവർന്നു നിൽക്കാൻ പറ്റാത്ത വിധം ಒಮ್ಮೆ ಕೂಡ ನೆಟ್ಟಗೆ ನಿಲ್ಲಲು ಆಗದೆ അങ്ങനെ കൂനിക്കൂടി ഇരിക്കുകയായിരുന്നു. ಅವಳು ಬಗ್ಗಿ ನಿಂತಿದ್ದಾಳೆ. യേശുവിന്റെ ഹൃദയം വേദനിച്ചു. ಈಗ ಯೇಸುವಿನ ಹೃದಯವು ವೇದನಿಸಿತು. യേശു അവിടെ നിന്നു. ಯೇಸು ಅಲ್ಲಿ ನಿಂತರು. യേശു അവളുടെ രോഗം സുഖപ്പെടുത്തി. ಯೇಸು ಅವಳ ರೋಗವನ್ನು ಗುಣಪಡಿಸಿದರು. യേശു അവളെ നിവർത്തി നടത്തിച്ചു. ಯೇಸು ಅವಳನ್ನು ನೆಟ್ಟಗೆ ನಡೆಯುವಂತೆ ಮಾಡಿದರು. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ಸಂತ ಲೂಕನು ಬರೆದ ಶುಭ ಸಂದೇಶ 13-ാം അധ്യായം 13ನೇ ಅಧ್ಯಾಯ 17-ാം തിരുലിഖിതത്തിൽ 17ನೇ ವಾಕ್ಯದಲ್ಲಿ യേശു ഇതിനെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്. ಯೇಸು ಇದರ ಕುರಿತು ಈ ರೀತಿ ಹೇಳುತ್ತಿದ್ದಾರೆ.
കഴിഞ്ഞ 18 വർഷമായി ಕಳೆದ 18 ವರ್ಷಗಳಿಂದ സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന ಸೈತಾನನು ಬಂಧಿಸಿಟ್ಟಿರುವ അബ്രാഹത്തിന്റെ ഈ മകളെ ಅಬ್ರಹಾಮನ ಈ ಮಗಳನ್ನು ഞാൻ അഴിച്ചുവിടേണ്ടതില്ലെന്നോ? ನಾನು ಬಿಡಿಸಬಾರದೆ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ ഹൃദയത്തിലെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ಯೇಸುವಿನ ಹೃದಯದಲ್ಲಿ ಒಂದು ದೊಡ್ಡ ಬಯಕೆ ಆಗಿತ್ತು. കെട്ടുകളിൽ ഇരിക്കുന്നവരെ കെട്ടുകൾ അഴിച്ചു വിടുക. ಬಂಧನದಲ್ಲಿ ಇರುವವರನ್ನು ಬಂಧನದಿಂದ ಬಿಡಿಸುವುದು. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു വരുന്ന സ്ഥലങ്ങളിലെല്ലാം, ಯೇಸು ಬರುವಂತ ಎಲ್ಲ ಸ್ಥಳಗಳಲ್ಲೂ, ദൈവം സന്ദർശിക്കുന്ന ഇടങ്ങളിലെല്ലാം ದೇವರು ಸಂದರ್ಶಿಸುವಂತ ಎಲ್ಲಾ ಸ್ಥಳಗಳಲ್ಲೂ ഇതുപോലുള്ള പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നുണ്ട്. ಇದೇ ರೀತಿ ಇರುವಂತ ಘಟನೆಗಳು ನಡೆಯುತ್ತವೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശയ്യ പ്രവചനത്തിൽ ಪ್ರವಾದಿ ಯೆಶಾಯನ ಗ್ರಂಥದಲ್ಲಿ 35 അധ്യായം 35ನೇ ಅಧ್ಯಾಯ 4 മുതലുള്ള തിരുലിഖിതങ്ങൾ 4ರಿಂದ ಇರುವಂತ ವಾಕ್ಯಗಳು, അവിടെ നമ്മൾ കാണുന്നത് ಅಲ್ಲಿ ನಾವು ಕಾಣುವಂತದ್ದು ദൈവം സന്ദർശിക്കുമ്പോൾ ದೇವರು ಸಂದರ್ಶಿಸುವಾಗ എങ്ങനെയാണ് കുടുംബങ്ങളിൽ വ്യത്യാസം ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ച് അത്രേ ಯಾವ ರೀತಿ ಕುಟುಂಬಗಳಲ್ಲಿ ವ್ಯತ್ಯಾಸವು ಇರುತ್ತದೆ ಎಂಬುದರ ಕುರಿತು യേശയ്യ 35:4 ಪ್ರವಾದಿ ಯೆಶಾಯನ ಗ್ರಂಥ 35ನೇ ಅಧ್ಯಾಯ 4ನೇ ವಾಕ್ಯ, ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ಭಯಪಟ್ಟಿರುವವರೊಂದಿಗೆ ಹೇಳಿರಿ, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുവിൻ, ಭಯಪಡಬೇಡಿ, ಧೈರ್ಯದಿಂದಿರಿ, ഇതാ ഞാൻ പ്രതിഫലവുമായി വന്ന് നിങ്ങളെ രക്ഷിക്കുന്നു. ಇಗೋ ನಾನು ಪ್ರತಿಫಲವಾಗಿ ಬಂದು ನಾನು ನಿಮ್ಮನ್ನು ರಕ್ಷಿಸುವೆನು. അങ്ങനെ സംഭവിക്കുമ്പോൾ ಈ ರೀತಿ ಸಂಭವಿಸುವಾಗ എന്തൊക്കെയാണ് ജനങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ? ಯಾವುದೆಲ್ಲ ಆಗಿದೆ ಜನರಿಗೆ ಉಂಟಾಗುವಂತ ಅನುಭವಗಳು? അതാണ് 35 അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. ಇದಾಗಿದೆ 35ನೇ ಅಧ್ಯಾಯದಲ್ಲಿ 5ರಿಂದ ಇರುವಂತ ವಾಕ್ಯಗಳಲ್ಲಿ. അപ്പോൾ ಆಗ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ಅಂಧರ ಕಣ್ಣುಗಳು ತೆರೆಯಲ್ಪಡುವುದು, ബധിരരുടെ ചെവി ഇനിമേൽ അടഞ്ഞിരിക്കുകയില്ല, ಕಿವುಡರ ಕಿವಿಗಳು ಇನ್ನು ಮುಚ್ಚಲ್ಪಟ್ಟಿರುವುದಿಲ್ಲ, മൂകന്റെ നാവ് ആനന്ദഗീതം ഉതിർക്കും, ಮೂಕನ ನಾಲಿಗೆಯು ಆನಂದ ಗೀತೆಯನ್ನು ಹಾಡುವುದು, വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും, ಬರಡಾದ ಭೂಮಿಯಿಂದ ಫಸಲು ಹೊರಡುವುದು, ചുട്ടു തപിച്ച മണലാരണ്യം ജലാശയമായി മാറും. ಸುಟ್ಟಂತ ಎಲ್ಲ ಮರುಭೂಮಿಗಳು ಜಲರಾಶಿಯಾಗಿ ಮಾರ್ಪಡುವುದು. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്ദർശനത്തിൽ സംഭവിക്കുന്ന ದೇವರ ಸಂದರ್ಶನದಲ್ಲಿ ಸಂಭವಿಸಿರುವಂತ വലിയ വിടുതലിനെ കുറിച്ച് അത്രേ നാം വായിക്കുന്നത്. ದೊಡ್ಡ ಒಂದು ಬಿಡುಗಡೆಯ ಕುರಿತಾಗಿದೆ ನಾವು ಓದುತ್ತಿರುವುದು. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ಈ ನಿಮಿಷಗಳಲ್ಲಿ ನಾವು ಎದ್ದು ನಿಂತುಕೊಂಡು ಪ್ರಾರ್ಥಿಸೋಣ. ഇപ്പോൾ രോഗങ്ങൾ ഇരിക്കുന്നവർ വിടുതലിനായി ആഗ്രഹിക്കണം. ಈಗ ರೋಗದಲ್ಲಿ ಇರುವವರಿಗೆ ಬಿಡುಗಡೆಗಾಗಿ ಬಯಸಬೇಕು. കടബാധിതയിൽ ഇരിക്കുന്നവർ ഇപ്പോൾ ദൈവത്തിൽ നിന്നൊരു വ്യത്യാസത്തിനായി പ്രാർത്ഥിക്കണം. ಸಾಲದ ಬಾಧೆಯಲ್ಲಿ ಇರುವವರು ಒಂದು ವ್ಯತ್ಯಾಸಕ್ಕಾಗಿ ದೇವರಲ್ಲಿ ಪ್ರಾರ್ಥಿಸಿರಿ. ഹല്ലേലൂയ. ഹല്ലേലൂയ. തകർന്ന കുടുംബങ്ങൾ ഒരു രക്ഷയ്ക്കായി പ്രാർത്ഥിക്കണം. ಬಲಹೀನತೆಯಲ್ಲಿರುವಂತ ಕುಟುಂಬಗಳು ರಕ್ಷಣೆಗಾಗಿ ಪ್ರಾರ್ಥಿಸಿರಿ. തഴക്ക ദോഷങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നവർ മോചനത്തിനായി പ്രാർത്ഥിക്കണം. ಅನೇಕ ರೀತಿಯಂತ ದುರಭ್ಯಾಸಗಳಲ್ಲಿ ಇರುವವರು ಬಿಡುಗಡೆಗಾಗಿ ಪ್ರಾರ್ಥಿಸಿರಿ. മദ്യപാനത്തിന് അടിമയായിരിക്കുന്നവർ മോചനത്തിനായി പ്രാർത്ഥിക്കട്ടെ. ಮದ್ಯಪಾನದ ಆಸಕ್ತಿ ಇರುವವರು ಬಿಡುಗಡೆಗಾಗಿ ಪ್ರಾರ್ಥಿಸಿರಿ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹത്തിരിക്കുന്നവർ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കട്ടെ. ಗಂಡ ಹೆಂಡತಿಯಲ್ಲಿ ಇರುವಂತ ಜಗಳಗಳು ಎಲ್ಲವೂ ಕೂಡ ಸರಿಯಾಗಲಿ. ഇപ്പോൾ കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ಈಗ ನಾವು ಕರಗಳನ್ನು ಮೇಲಕ್ಕೆತ್ತಿ ಸ್ತುತಿಸೋಣ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു, സ്വരം ഉയർത്തി സ്തുതിക്കുന്നു. ഓ പിതാവേ, ഇതാ മഹത്വത്തിന്റെ സാന്നിധ്യം ഈ സമൂഹത്തിലേക്ക് ഇപ്പോൾ പ്രവഹിക്കട്ടെ. കർത്താവിന്റെ നാമത്തിൽ തടസ്സങ്ങൾ വിട്ടുമാറിപ്പോട്ടെ. ഓ തിന്മകളും തിന്മയുടെ കോട്ടകളും തകരട്ടെ, അന്ധകാരങ്ങളും പീഡകളും തകരട്ടെ, കടബാധിതകളും പലിശ കടകളും വിട്ടുമാറിപ്പോട്ടെ. യേശുവേ, 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 അങ്ങയുടെ മഹാതിശയ ശക്തി സർവ്വ വംശങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. കഠിന പാപത്തിന് ബന്ധം നിൽക്കുന്ന ചങ്ങലകൾ ഭേദിച്ച് പുറത്തു വരട്ടെ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ഞങ്ങൾ
ഞങ്ങളുടെ ചങ്ങലകൾ പൊട്ടിക്കുവാൻ ಗಂಟುಗಳನ್ನು ಬಿಚ್ಚಿ ಹಾಕಿ എന്റെ വീട്ടിലേക്ക് വരണമേ. ನನ್ನ ಮನೆಗೆ ಬನ್ನಿರಿ. യേശുവേ, യേശുവേ, എന്റെ വീട്ടിൽ സങ്കടമുണ്ട്. ನನ್ನ ಮನೆಯಲ್ಲಿ ಸಂಕಟವಿದೆ. യേശുവേ, യേശുവേ, എന്റെ വീട്ടിൽ തകർച്ചയുണ്ട്. ನನ್ನ ಮನೆಯಲ್ಲಿ ನಾಶಗಳಿದಾವೆ. യേശുവേ, യേശുവേ, എന്റെ വീട്ടിൽ കണ്ണുനീരുണ്ട്. ನನ್ನ ಮನೆಯಲ್ಲಿ ಕಣ್ಣೀರಿದೆ. അവിടുന്ന് വരണമേ, ನೀವು ಬನ್ನಿರಿ, രക്ഷിക്കണമേ, ರಕ್ಷಿಸಿರಿ, രക്ഷിക്കണമേ. ರಕ್ಷಿಸಿರಿ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, Praise the Lord. ജീവന്റെ അപ്പമായി വാ, നിത്യസ്നേഹമായി എന്നിൽ നീ വാ. ജീവന്റെ അപ്പമായി വാ, നിത്യസ്നേഹമായി എന്നിൽ നീ വാ. പാപം പൊറുക്കുന്ന കാരുണ്യമേ, എന്നിൽ വസിക്കാൻ വരൂ. പാപം പൊറുക്കുന്ന കാരുണ്യമേ, എന്നിൽ വസിക്കാൻ വരൂ. നിന്നെ സ്തുതിക്കുന്നു, നിന്നാമം വാഴ്ത്തുന്നു, ആശ്വാസദായകനേ, ശ്രീയേശുനാഥനേ. നിന്നെ സ്തുതിക്കുന്നു, നിന്നാമം വാഴ്ത്തുന്നു, ആശ്വാസദായകനേ, ശ്രീയേശുനാഥനേ. ജീവന്റെ അപ്പമായി വാ, നിത്യസ്നേഹമായി എന്നിൽ നീ വാ. ഹല്ലേലൂയ, ಹಾಲೆಲೂಯ. യേശുവേ ആരാധന. ಯೇಸುವೆ ಆರಾಧನೆ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ಪ್ರೀತಿಯ ಸಹೋದರರೇ, ഇതാ കർത്താവായ യേശു നമ്മുടെ മുമ്പിൽ. ಈಗೋ ಕರ್ತರಾದ ಯೇಸು ನಮ್ಮ ಮುಂದೆ. ഇപ്പോഴാണ് നമ്മുടെ ദുഃഖങ്ങൾ നമ്മൾ പറയേണ്ടത്. ಈಗಾಗಿದೆ ನಮ್ಮ ದುಃಖವನ್ನು ಹೇಳಬೇಕಾಗಿರುವುದು. ഇപ്പോഴാണ് സങ്കടങ്ങൾ വെളിപ്പെടുത്തേണ്ടത്. ಈಗಾಗಿದೆ ದುಃಖಗಳನ್ನು ಹೇಳಬೇಕಾಗಿರುವುದು. ഇവിടെയാണ് നമ്മൾ സകല വേദനകളും പറയേണ്ടത്. ಇಲ್ಲಾಗಿದೆ ನಮ್ಮ ಸಕಲ ನೋವನ್ನು ಹೇಳಬೇಕಾಗಿರುವುದು. ഇവിടെ കരഞ്ഞാൽ അതിന് ഉത്തരമുണ്ട്. ಇಲ್ಲಿ ಅತ್ತರೆ ಅದಕ್ಕೆ ಉತ್ತರವಿದೆ. ഇവിടെ നിലവിളിച്ചാൽ അതിന് മറുപടിയുണ്ട്. ಇಲ್ಲಿ ಅತ್ತರೆ ಅದಕ್ಕೆ ಉತ್ತರವಿದೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ಎರಡು ಕೈಗಳನ್ನು ಮೇಲಕ್ಕೆ എല്ലാ ദൈവമക്കളും ಎಲ್ಲಾ ದೇವರ ಮಕ್ಕಳು ഹൃദയം നുറുങ്ങി ಹೃದಯ ನೊಂದು പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. ತಿಕ್ಕಿ ಅಳುತ್ತಾ ಪ್ರಾರ್ಥಿಸೋಣ. യേശുവേ, 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 എന്റെ ഭവനത്തിലേക്ക് വരണമേ. ನನ್ನ ಮನೆಗೆ ಬನ್ನಿರಿ. രോഗിയായ മകന്റെ മേൽ ഇടപെടണമേ. ರೋಗಿಯಾದ ಮಗನ ಮೇಲೆ ವರ್ತಿಸಿರಿ. കുടുംബത്തിലെ കണ്ണുനീര് ഏറ്റെടുക്കണമേ. ಕುಟುಂಬದ ಕಣ್ಣೀರನ್ನು ಒರೆಸಿರಿ. യേശുവേ, ಯೇಸುವೇ, സകല ദുഃഖങ്ങളിൽ ഇടപെടണമേ. ಸಕಲ ದುಃಖಗಳಲ್ಲಿ ಪ್ರವರ್ತಿಸಿರಿ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മക്കളും സ്തുതിക്കുന്നു. ഓ ദൈവ മക്കളെ, ഓ പ്രിയപ്പെട്ട മക്കളെ, ആരാധിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഇപ്പോൾ അനുഗ്രഹിക്കണമേ. കൈകൾ ഉയർത്തി വിളിക്കുന്നു. ഹൃദയം നുറുങ്ങി ശബ്ദം ഉയർത്തി യേശുവിനെ വിളിക്കുന്നു. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
നാഥ